എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോയിട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോയത്. അപ്പോൾ പോയത് വാട്ടർ മെട്രോയിലാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ കൊച്ചിയിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാട്ടർ മെട്രോയിൽ കയറുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരേക്കും ഞാൻ ആ ഭാഗത്തേക്ക് പോലും പോയിട്ടില്ല. ജസ്റ്റ് ആ പുറമേ നിന്നൊക്കെ പോയി കണ്ടു വന്നതല്ലാതെ അവിടേക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പോയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്തെന്നാൽ പോയേക്കാം. കാരണം എന്താ വെച്ചാൽ കണ്ണിന് പല്ലെടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിയെങ്കിൽ ഒരുപാട് ബസ്സിലൊന്നും പോയി കുലുങ്ങണ്ട വെച്ചിട്ട് മെട്രോയ്ക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ഇത് കണ്ടു. ഇതാണ് വാട്ടർ മെട്രോ. കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, എന്നെപ്പോലെ. കാരണം എന്നെപ്പോലെ പോവാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും നാട്ടിലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്കും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനും അമ്പാടിയും കൂടി എന്താ പറയുക, കണ്ണനുമുണ്ട്. ഞങ്ങൾ 2-3 പേരും കൂടി മെട്രോയിൽ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും സീറ്റെല്ലാം ഫുള്ളായിരിക്കുന്നു. ഞങ്ങൾക്ക് നിൽക്കാനാണ് സ്ഥലം കിട്ടിയത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് അവിടെ നിന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അമ്പു എന്നോട് ചോദിച്ചു, അമ്മേ ഇവിടെ തിമിംഗലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ മോനെ തിമിംഗലം ഉണ്ട്, നമുക്ക് തിമിംഗലത്തിനെ കാണാമെന്ന്. പക്ഷേ ഞാൻ തിമിംഗലം എന്ന് ഉദ്ദേശിച്ചത് ഡോൾഫിനെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, ബോട്ടിലൊക്കെ പോകുമ്പോൾ ചില ടൈമുകളിൽ കാണാറുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് അവനെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോവാണ് കേട്ടോ, കാണിച്ചു തരാമെന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക യാത്രയായിരുന്നു കേട്ടോ അത്. പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് അമ്പാടി രാവിലെ വഴക്കിട്ടു. അപ്പം ഏട്ടൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ 3 കൂടി പോയിട്ട് വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഏകദേശം എന്താ ഫോർട്ട് കൊച്ചി എത്തി. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി അവിടെ നോക്കുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അമ്പാടിക്കൊരു ക്യാപ്പൊക്കെ മേടിച്ചു. അതൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർ 2 പേരും മുന്നിൽ വിട്ടിട്ട് ഞാൻ ബാക്കിൽ വീഡിയോ ഒക്കെ എടുത്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് തീരുമാനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലും നമ്മളൊന്നും സേവ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ചുമ്മാ ഒന്ന് അടിച്ചു പൊളിക്കുക. അങ്ങനെ പോകുമ്പോൾ ഇവരെൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നു. എനിക്ക് തോന്നുന്നു എന്താ പറയുക, നൈജീരിയ ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ, കറക്റ്റ് അറിഞ്ഞൂടാ എവിടെയാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ കണ്ടു, അവർ ഞങ്ങളെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫിഷ്, നല്ല അടിപൊളി ഫിഷാണ് കേട്ടോ ഇവിടെയുള്ളത്. ഈ ഷോപ്പ് കണ്ടിട്ടുള്ളവർ, ഈ ഷോപ്പിൽ പോയിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ അടിപൊളി മീനും ഞണ്ടും എല്ലാം ഞങ്ങൾ കണ്ടു. ഞങ്ങളപ്പോൾ ഓർത്തു ഒന്ന് കഴിക്കണം, എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് വിചാരിച്ചു, ബഡ്ജറ്റ് നമ്മുടെ നോക്കിയിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു പിന്നെ വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ കാണുമ്പം അമ്പൂട്ടും പറയുന്നു, അവിടെ പോകാം, ഇവിടെ പോകാം, അത് വേണം, ഇത് വേണം. അങ്ങനെ അവൻ ഈ ഗണ്ണിൻ്റെ പെന്നാണ് കേട്ടോ, ഇത് അവനെടുത്തു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ഇനിയും പെൻ വേണം. അപ്പം ഞാൻ ഒരെണ്ണം കൂടി വേറെ എടുത്തു കൊടുത്തു. അങ്ങനെ 1-2 പെന്നൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് അത് വേണം എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട, മെയ്സ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങൾ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആ ചേട്ടന് നല്ല ഭംഗിക്ക് കട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ചില്ലി ഇടണമെന്ന് ചോദിച്ചു. കുറച്ച് അധികം മുളക് കൂട്ടാണ്ട് കുറച്ചിട്ട് തരാൻ പറഞ്ഞു, കാരണം അമ്പൂട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളത് വാങ്ങി കഴിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അമ്പാടി ഒരു കളിക്കുന്ന സാധനം കൂടി വാങ്ങിട്ടോ. കാരണം അവിടെ പോയിട്ട് ആ ടോയ് വെച്ചിട്ട് നമുക്ക് ബീച്ചിൽ നിന്ന് മണ്ണ് വാരിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ എന്നെ കരിക്ക് കണ്ടപ്പം എനിക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. എന്നിട്ട് ഇവിടെ ഇറങ്ങണമെന്നും പറഞ്ഞ് ആശ ഭയങ്കര വാശി കേട്ടോ. അപ്പം ഞാൻ അവനോട് വഴക്കൊക്കെ ഉണ്ടാക്കി പോയി ആ ടോയൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അങ്ങനെ അവനെ ആ കരച്ചിലിൽ നിന്ന് മാറ്റിയെടുത്ത് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. കണ്ടോ, ഇവിടെ ഈ ഭാഗത്താണ് അധികം തിരയില്ലാത്തത്. എന്നാൽ ആ കല്ല് കൂടി കിടക്കുന്നിടത്ത് നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകരുത്, ഞങ്ങളുടെ മേലെ നിന്നിട്ട് പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാതെ അവിടെ കരയിലിരുന്ന് അമ്പൂട്ടൻ വാങ്ങിയ ആ ഞണ്ടും എന്താ പറയുക, ഏതാണ്ടൊക്കെ പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന്, അതൊക്കെ ഞാനിങ്ങനെ മണൽ കൊണ്ട് എല്ലാം സെറ്റാക്കി കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് വെള്ളം വേണമെന്ന് ഞാൻ അമ്പാടിയോട് പറഞ്ഞു. അപ്പോൾ അമ്പാടീൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ പോയി എടുത്തിട്ട് വാ, എനിക്ക് വയ്യ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ വെള്ളം എടുക്കാൻ പോവുകയാണ് ഗൈസ്. അതിന് മുൻപ് ഞാനതെല്ലാം സെറ്റാക്കി വെള്ളമൊക്കെ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. വെള്ളമൊക്കെ പോയി എടുത്തു. പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൽ ഞങ്ങളൊരു 2:30 ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ ഇത് കണ്ടോ, അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാനും അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കണ്ണം പറയുക, അമ്പൂട്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. കാരണം ഞാനിങ്ങനെയൊക്കെയാണ് ഗൈസ്. എൻ്റെ എന്താ പറയുക, എനിക്ക് എൻ്റെ ബാല്യകാലത്ത് മിസ്സായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനും കൂടി ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ഞങ്ങളിതാ
ഇതിലേക്ക് കിടക്കാം. ഞങ്ങളിത് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടാതെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം, അതിനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഞാൻ എടുക്കുന്നത് ഫുള്ള് പൊടിഞ്ഞു പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരിക്കുന്നു. അപ്പം ഞാൻ അമ്പൂട്ടനോട് പറഞ്ഞു നമുക്ക് ഇത്തിരി നേരം ഇനി കളിക്കാമെന്ന് പറഞ്ഞ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചാടിത്തുള്ളി എഴുന്നേറ്റ് ബീച്ചിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അമ്പാടിക്ക് ഒഴുകിപ്പോകും, അമ്മയെ ഞാൻ ഒഴുകിപ്പോകണമെന്ന് പറഞ്ഞ് പിടിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല കുഞ്ഞെ, അവിടെ തന്നെ നിൽക്ക്, നമ്മൾ ഒഴുകത്തില്ല, നമുക്ക് അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞു. ഒഴുകാണേലും വേറെ ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ അവിടെ നിന്ന് വീണു. അപ്പോൾ കണ്ണം വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം ഒരു എന്താ പറയുക ഈവനിങ് വരേക്കും ഏകദേശം ഒരു 2 അവർ അടുത്ത് വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. കുറേ നേരം ഇങ്ങനെ കളിച്ചു, കുറേ നേരം അവിടെ പേരൊക്കെ എഴുതി, കുറേ നേരം അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അങ്ങനെ ഫുള്ള് ഞാൻ നനഞ്ഞു കേട്ടോ. ഞാൻ എന്താ പറയുക, വേറെ ഡ്രസ്സൊന്നും നമ്മൾ കൊണ്ടുപോയില്ല, പക്ഷെ കുട്ടിക്ക് വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈവനിങ് ആയി കഴിയുമ്പോൾ തിര കൂടും, എല്ലാവരും കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടി എന്ന് പറഞ്ഞ് ഇതാ കണ്ടോ ഈ ഒരു ടൈം വരെ എത്തിയിട്ടോ. ഞങ്ങൾ എപ്പോൾ പോയതാണെന്നറിയോ, പക്ഷേ ഈ ഒരു ടൈമായിട്ട് എനിക്ക് അവിടെ നിന്ന് കയറി പോരാനേ തോന്നിയിട്ടില്ല. പിന്നെ ഒരുപാട് ടൈം നിന്നാൽ നമുക്ക് വീടെത്തണമല്ലോ. തിരിച്ച് വരുമ്പോൾ മെട്രോ കിട്ടിയില്ലെങ്കിലോ ബസ് ഉണ്ടാവുമോ ഇതൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങളങ്ങനെ തീരുമാനിച്ച് മെല്ലെ അവിടെ നിന്ന് കയറിപ്പോരുകയാണ് ഗൈസ്. അങ്ങനെ വന്ന് അവന് ഡ്രസ്സൊക്കെ മാറ്റിച്ച് വരുമ്പോൾ ദാ ഒരു ഫോറിനൊരു കുട്ടി. അപ്പോൾ അതിനെ കണ്ടപ്പം അമ്പൂട്ടനെ സംസാരിക്കാൻ പോയത് അമ്പൂട്ടൻ, പക്ഷേ ആ കുട്ടി മിണ്ടി പോലുമില്ല, കുട്ടി ഓടിക്കളഞ്ഞു. അപ്പം ഞാൻ ഹായ് പറഞ്ഞപ്പോൾ എന്നെ ഏതടാ ഇവിടെന്നുള്ള നോട്ടത്തിൽ വിട്ടുപോയി ആ കൊച്ച്. പക്ഷേ എനിക്കതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ഗൈസ്. അങ്ങനെ അമ്പാടി അടുത്ത സാധനങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുകയാണ്. ഒരു പല്ലീനെയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പല്ലീനെയൊക്കെ വാങ്ങിയിട്ട് ആ കുട്ടിയുടെ പുറകെ പോവുകയാണ്. ആ കുട്ടി നേരെ പോയി അതിൻ്റെ ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ് തോന്നുന്നു. അപ്പോൾ അമ്പൂട്ടൻ ആകെ നിരാശയായിട്ടോ, കാരണം കളിക്കാൻ കൂടെ വന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരണ വഴിക്ക് പാർക്കിലൊന്ന് കയറിയിട്ടോ. അവന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പാർക്കിൽ കയറിയതാണ്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചി വരുന്നവർക്ക് ചിൽഡ്രൻസ് പാർക്ക് അവിടെയുണ്ട്. ടോയ്ലറ്റ് വിധ ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ കയറാവുന്നതാണ് കേട്ടോ. പേ ആൻഡ് പാർക്കാണ്, പേ ആൻഡ് യൂസ് ആണ് കേട്ടോ, സോറി. അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ ഇതിലൂടെ എല്ലാം കയറി കുറച്ച് നേരം. ഞാൻ പറഞ്ഞു അമ്പടി സമയം പോയി, നമുക്ക് പോകണ്ടേന്ന്. എന്നാൽ ഫിഷ് കഴിക്കാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഫിഷ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പു ഇങ്ങനെ കാലും കൊണ്ടൊക്കെ തട്ടിയൊക്കെ നോക്കുകയാണ് ഓരോന്നേ. അപ്പോൾ പ്രോൺസിനൊക്കെ നല്ല വിലയായതുകൊണ്ട് പിന്നെ ഞങ്ങളെപ്പോഴും വീട്ടിൽ കഴിക്കാറുള്ളത് കൊണ്ടും അത് വേണ്ട വെച്ചു. പിന്നെ കണ്ടപ്പം ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി കഴിക്കാൻ പറ്റിയ ഒരു മീനുണ്ടായിരുന്നു കേട്ടോ അവിടെ. പറയാനൊന്നും വയ്യ, അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഷോപ്പിൽ ഇവർ തന്നെ ഇത് മേക്ക് ചെയ്ത് നമുക്ക് തരും. ഞങ്ങളോട് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ടോ ഈ ഒരു ടൈമിംഗ് ആയിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ, അതായത് ഒരു 6:30 ആ ഒരു ടൈം. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഒരു 7:30 8 o'clock ആയി. കാരണം 25 minutes എന്ന് പറഞ്ഞ് ഞങ്ങളെ അവർ പിടിച്ചിരുത്തിയിട്ട് അവിടെ വന്ന് എല്ലാവർക്കും കൊടുത്ത ആ ഒപ്പാണ് നമുക്ക് ട്രീറ്റ് ചെയ്തത്. പക്ഷെ അതിൽ കുറച്ച് നേരം ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഉള്ളൊരിതില്ലേ, വെയിറ്റ് ചെയ്ത് അമ്പൂട്ടനാണ് വാശി പിടിച്ചിരിക്കുകയാണ്, അമ്മ എനിക്ക് വിശക്കണോ പറഞ്ഞിട്ട്. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കഴിച്ചത് ഒരു ക്യാൻഡിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയാം ഞങ്ങൾ കഴിക്കാൻ പോയത്. പക്ഷെ കണ്ടോ ഞങ്ങളിങ്ങനെ ഇരുന്നിരുന്ന് ഇത്രയും ടൈമായി. പക്ഷെ ആ ഒരു ടൈമിങ് വരുന്നവിടം വരെ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. ആ ഫോർട്ട് കൊച്ചി പോകുന്നവരെല്ലാവരും നമ്മൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പേര് കറക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇവിടുത്തെ മീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ കുക്ക് ചെയ്ത് നല്ല, കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ പറയണ പോലെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, സീ യു, ഗുഡ് നൈറ്റ്.